ഇന്ന് കൂളാവാൻ ഒരു പഞ്ചാബി ലസ്സി, ഒരു മാംഗോ ലസ്സി, ഉള്ളം തണുപ്പിക്കാനും അല്ലേ, ഇതിന് നമുക്കൊരു വേനൽക്കാല തണുപ്പ് എന്ന് തന്നെ പറയാം. എന്തായാലും ചൂട്. പഴുത്ത മാങ്ങ ഒരെണ്ണം ഉണ്ടായ, ഒരു കപ്പ് തൈരും ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് അടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നില്ലയോ, അതിന് പകരമായിട്ട് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഏലക്ക ചേർക്കാം, ജീരകം വറുത്ത് പൊടിച്ചത് കുറച്ച് കേട്ടോ, ഒക്കെ കുറച്ച് ചേർക്കാം, ഒരു ടേസ്റ്റാണ്. ഇനി ഉപ്പും പഞ്ചസാരയും ബാലൻസ് ചെയ്യാൻ ചേർക്കാം. ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പഞ്ചസാരയൊന്നും ചേർക്കണ്ട, നല്ല മധുരമുണ്ട് ഇതിന്. മാമ്പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ പഞ്ചാബിലെ ഒരു പോപ്പുലർ ട്രഡീഷണൽ യോഗട്ട് ബേസ്ഡ് ഡ്രിങ്കാണ്, അവരൊരു സമ്മർ ഡ്രിങ്കാണ്. പഞ്ചാബിലെ എയർ കണ്ടീഷണർ എന്നാണ് പറയുന്നത്. അതായത് ലസ്സി എന്ന് പറഞ്ഞാൽ ഈ തൈരിൽ വെള്ളം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അവരുടെ സ്ട്രീറ്റ് ഫുഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ലസ്സി. നമ്മൾ ആദ്യം മാങ്ങ കുറച്ച് ഇട്ടിട്ട് തൈര് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക, എന്നിട്ട് അതിൽ തൈര് ചേർക്കാം. നല്ല കട്ടിയായാലും നമുക്ക് ഇഷ്ടപ്പെടും, കുറച്ച് ലൂസായാലും നമുക്ക് ഇഷ്ടപ്പെടും. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇതിന് നല്ലത്. മാങ്ങയും തൈരും നല്ല കോമ്പിനേഷനാണ്. കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ടുള്ളൂ, തന്നെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിലൊന്നും ആഡ് ചെയ്യണ്ടല്ലോ, അതാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും വേഗം ഉണ്ടാക്കിയുള്ളൂ. ഒരു മാമ്പഴം ഉണ്ടായാൽ മതി, കുറച്ച് തൈരും ഉണ്ടായാൽ സുഖമായിട്ട് നമുക്ക് കഴിക്കാം. ചിലപ്പോൾ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നില്ല, അത്രമാത്രം ചൂട് കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള എന്താ പറയുക, കൂളാവാൻ തന്നെയുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ദഹനത്തിന് നല്ലതാണ്, ചൂടിലെ ആശ്വാസം നമുക്ക് കിട്ടും. ഏറ്റവും നല്ലൊരു പോഷക സമൃദ്ധമായ ഒരു പാനീയം തന്നെയാണ്. താങ്ക്സ് ടു പഞ്ചാബ്. ഇതിലേതാണ് ഇഷ്ടമായത്? എല്ലാം വളരെ നല്ലതാണ് കേട്ടോ. ഈ ചൂടിൽ നമുക്ക് ഇത് ഓരോന്നും ഓരോ ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇഷ്ടമായാലോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കേ.